വെൽക്കം ടു ലേൺ വൈസ്. എല്ലാവർക്കും ലേൺ വൈസിന്റെ പുതിയൊരു ട്രാവൽ ആൻഡ് ടൂറിസം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ BTSC 102 എന്ന പേപ്പർ കോഡുള്ള പേപ്പറിലെ യൂണിറ്റ് 2 ആണ്. ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് സെക്കൻഡ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് വരുന്നത്. സോ അതിലെ പാർട്ട് 1 ക്ലാസ് ആണ് കേട്ടോ. സോ ഈ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഒന്നാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു, കൾച്ചർ എന്താണെന്നും ഒപ്പം തന്നെ സിവിലൈസേഷൻ എന്താണെന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ആൻഷ്യൻ, അതോടൊപ്പം തന്നെ ഏർലി മിഡീവൽ പീരീഡില് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കൾച്ചറൽ ചേഞ്ചുകളെ കുറിച്ച് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് എന്താക്കുന്നത് ഇന്നത്തെ ഈ ക്ലാസ് എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേറ്റർ മിഡീവൽ പീരീഡ്, അതോടൊപ്പം തന്നെ പീരീഡ്, കണ്ടംപററി പീരീഡ് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഒരു കൾച്ചറൽ ചേഞ്ച് വന്നിട്ടുള്ളത് ഇന്ത്യയില്. അതോടൊപ്പം തന്നെ ഇതിലെ ടൂറിസം ആസ്പെക്ടുകൾ എന്തൊക്കെയാണെന്ന് ആയിരിക്കും നമ്മൾ എന്താക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലേൺ വൈസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഒരു രാജ്യത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് വെറും ഒരു ടെറിട്ടറി അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശം മാത്രമല്ല, മറിച്ച് അവിടെ ജീവിച്ചിട്ടുള്ള ആളുകളുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും വരെ എന്താക്കുന്നുണ്ടായിരിക്കും ആ രാജ്യത്തെ ഷെയ്പ്പ് ചെയ്യുന്നില്ലെങ്കിൽ ആ രാജ്യത്തെ ഡിഫൈൻ ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടായിരിക്കുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ തന്നെ ഒരു കൾച്ചറൽ ട്രഡീഷൻ രൂപപ്പെടുന്നത് ഇന്ററാക്ഷൻ വഴിയാണ്. ജനങ്ങളും അവരുടെ ആ കാലഘട്ടവുമായി ഉണ്ടാവുന്ന ഇന്ററാക്ഷൻസ് വഴിയായിരിക്കും ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു കൺട്രിയെ ഡിഫൈൻ ചെയ്യേണ്ടത്. കൾച്ചറൽ ട്രഡീഷൻസും ആ ട്രഡീഷനുമായി ആളുകൾ എങ്ങനെയൊക്കെയാണ് ഇടപഴകിയിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ രാജ്യത്തെ ഡിഫൈൻ ചെയ്യേണ്ടത്. സോ അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യൻസ് എന്ന ടേം ഒക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്ത് കൾച്ചറൽ, അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ അക്രോസ് ഹിസ്റ്ററി, ഓരോ കാലഘട്ടത്തിലുള്ള കൾച്ചറൽ ആയിട്ടും പൊളിറ്റിക്കൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസിന്റെ ഒക്കെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ത്യൻസ് എന്ന ടേം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇവിടെ പൊളിറ്റിക്കൽ എക്സ്പ്രഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, കൊളോണിയൽ റൂളിനെതിരെ ഇന്ത്യ എന്ന ഒറ്റക്കെട്ടായിട്ട് എന്താക്കിയിട്ടുണ്ടായിരുന്നു, പോരാടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കാം. അതോടൊപ്പം തന്നെ ലൈക്ക് ഒരു രാജ്യത്തെ കൾച്ചറൽ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് ആയിട്ടും അത് റീഫോർമുലേഷൻ ചെയ്യേണ്ടതും റീഡിഫൈൻ ചെയ്യേണ്ടതുമാണെന്നാണ് എന്താക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മെയിൻ ആയിട്ട് പറഞ്ഞു പോകുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയിട്ടാണ് ഹിസ്റ്ററി ഈ ഒരു ഫാക്ട് പഠിക്കുന്നത്, അല്ലെങ്കിൽ കൾച്ചറൽ ഹെറിറ്റേജിനെ കുറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? മെയിൻ ആയിട്ട് ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു മോണുമെന്റ് കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഗൈഡ് ആയിട്ട് ഒരു മോണുമെന്റ് കാണാൻ പോവുകയാണ്. ടൂറിസ്റ്റ് ഗൈഡിനായിട്ട് പോകുന്ന സമയത്ത് ലൈക്ക് ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് താജ്മഹൽ എടുക്കാം. താജ്മഹൽ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിന്റെ ഹിസ്റ്ററി അറിയേണ്ടത് അത്യാവശ്യമാണ്. ഷാജഹാനെ കുറിച്ചും മുംതാസിനെ കുറിച്ചും അറിയേണ്ടത് അത്യാവശ്യമാണ്. മുഗൾ രാജവംശത്തെ കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ടൂറിസം ഇൻഡസ്ട്രിയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജിന്റെ ബേസിക് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നായിരിക്കും നമ്മൾ എന്താക്കുന്നത് ആദ്യം ഈ യൂണിറ്റിലൂടെ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏർലി മിഡീവൽ, മോഡേൺ ആൻഡ് കണ്ടംപററി പീരീഡുകൾ എന്താക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഒരു യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. സോ അതോടൊപ്പം തന്നെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ, സയൻസ് ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട് എങ്ങനെയാണ് ഹിസ്റ്ററിയെ സ്വാധീനിച്ചിട്ടുള്ളത്, അതോടൊപ്പം തന്നെ അതെങ്ങനെയാണ് എൻവിറോൺമെന്റിനെയും കൾച്ചറിനെയും സ്വാധീനിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താക്കുന്നത് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ അത് ഓർത്തിരിക്കുക. ആദ്യം നമ്മൾ എന്താക്കുന്നുണ്ടായിരിക്കും,
എങ്ങനെയാണ് ഈ ഒരു പീരീഡിൽ ഏർലി മിഡീവൽ ആൻഡ് മോഡേൺ ആൻഡ് കണ്ടംപററി പീരീഡിൽ എങ്ങനെയാണ് ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ നടന്നിട്ടുള്ളതെന്ന് നമ്മൾ എന്താക്കുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന്റെ കൂടെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്ന മാറ്റം എങ്ങനെയാണ് സംസ്കാരത്തെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നീ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എന്താക്കുന്നത് ഇന്നത്തെ യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇവാലുവേഷൻ നോക്കുകയാണ്, അല്ലെങ്കിൽ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തുടക്കം നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പീരീഡിനെ ഓരോ കാലഘട്ടങ്ങളായിട്ട് കാണാൻ കഴിയും. അതായത് ഇവിടെ മിഡീവൽ പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 16-ാം നൂറ്റാണ്ടിനും 18-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള സെഞ്ചുറീസ് ആണ്. അതായത് ഒരു 200 വർഷത്തിനടുത്ത്. അതോടൊപ്പം തന്നെ മോഡേൺ പീരീഡ് ആയിട്ട് കാണുന്നത് 19-ാം നൂറ്റാണ്ടിനും അതോടൊപ്പം തന്നെ ഇൻഡിപെൻഡൻസ് വരെയുള്ള 1947 വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ പൊതുവെ മോഡേൺ പീരീഡ് ആയിട്ട് കാണുന്നത്. സോ അതിനുശേഷം കണ്ടംപററി പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇറയാണ്. അതായത് 1947 ശേഷമുള്ള പീരീഡിനെയാണ് നമ്മൾ എന്താക്കുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഈ യൂണിറ്റിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്തായിരിക്കും, ലേറ്റ് മിഡീവൽ പീരീഡ് ആയിരിക്കും. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അഥവാ മുഗൾ പീരീഡ് മുതലായിരിക്കും നമ്മൾ എന്താക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ലേറ്റ് മിഡീവൽ പീരീഡ് നോക്കുകയാണെങ്കിൽ മുഗൾസ് എന്താക്കുന്നുണ്ടായിരിക്കും, ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. സോ അവരൊരു ഇൻവേഡർ ആയിട്ടാണ് എന്താക്കുന്നത് ഇന്ത്യയിലേക്ക് വരുന്നത്. പിന്നീട് എന്താക്കാണ് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയിൽ സെറ്റിൽഡ് അവർ ഇന്ത്യയിൽ താമസിക്കുകയും പിന്നീട് ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരെന്താക്കുന്നുണ്ട്, മുഗൾസ് ഇന്ത്യൻ സൊസൈറ്റിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു കൾച്ചറൽ ചേഞ്ച് തന്നെ മുഗൾസ് വന്നതോടുകൂടി നടന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഫീൽഡിലും, മ്യൂസിക് ആണെങ്കിലും പെയിന്റിങ്സ് ആണെങ്കിലും ആർക്കിടെക്ചർ ആണെങ്കിലും ഈവൻ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പോലും കാര്യത്തിൽ മുഗൾസ് എന്താക്കിയിട്ടുണ്ട്, വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. എന്താ വെച്ചാൽ ഈ ഒരു സമയത്തൊക്കെ എന്താക്കിയിട്ടുണ്ടായിരുന്നു, വലിയ തോതിലുള്ള കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കലും അതോടൊപ്പം തന്നെ സോഷ്യോ കൾച്ചറലും എക്കണോമിക്കൽ ട്രഡീഷൻസിൽ എന്താക്കിയിട്ടുണ്ട്, വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുഗൾസ് എന്താക്കുന്നുണ്ട്, ഒരു സെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നില്ലാത്ത ഒരു യൂണിഫോം ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്താക്കുന്നുണ്ട്, മുഗൾസ് കൊണ്ടുവരുന്നുണ്ട്. അത് ഇന്ത്യയിലെ എല്ലാ റീജിയൻസിലേക്കും മുഗൾ ഭരണം വ്യാപിക്കുന്നുണ്ട്. എന്തിന് സൗത്ത് ഇന്ത്യയിലേക്ക് വരെ എന്താക്കുന്നുണ്ട്, മുഗൾ ഭരണം വ്യാപിക്കുന്നുണ്ട്. സോ അതോടുകൂടി എന്താവാണ് ചെയ്യുന്നത്, ഇവിടെ ഒരു പുതിയൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ മുഗൾ റൂളിംഗ് ക്ലാസ്സിൽ നോബിൾസ് ആയിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു, വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. ഇറാനികള്, തുറാനികള്, അഫ്ഗാനികള്, തുർക്സ്, അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ലോക്കൽ മുസ്ലിംസ് ഉണ്ടായിരുന്നു, രജപുട്സ് ഉണ്ടായിരുന്നു, മറാത്താസ് ഉണ്ടായിരുന്നു. സോ ഇവരൊക്കെ തന്നെ എന്താക്കുന്നുണ്ട്, മുഗൾ ലൈക്ക് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിന്റെ ഭാഗമാകുന്നുണ്ട്, അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ കൈമാറ്റത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സോ ഇതിന് സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഉറുദു ഭാഷ എടുക്കാം. ഉറുദു ഭാഷ ഇതുപോലെ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. ഇതുപോലുള്ള ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിന്റെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അതായത് ഹിന്ദിയും അതോടൊപ്പം തന്നെ പേർഷ്യൻ ഭാഷയുടെയും ഒരു സങ്കരമാണ് ഉറുദു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇതുപോലത്തെ കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ എന്താക്കിയിട്ടുണ്ട്, ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. സോ അതോടൊപ്പം തന്നെ ലൈക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉറുദു പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സിതാർ. സിതാർ എന്ന് വെച്ചാൽ ഒരു മ്യൂസിക് ഉപകരണമാണ്. പേർഷ്യൻ തബലയും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വീണയും തമ്മിലുള്ള ഒരു മിക്സ്ചർ ആണ് എന്ത്, സിതാറിന്റെ രൂപീകരണത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് പറയുന്നത്, ഇവിടെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, പുതിയൊന്ന് രൂപപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വർക്ക് ഒരുപാട് എന്താവുന്നുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള ലോ ബുക്സ് ഒക്കെ ഈ സമയത്ത് എന്താവുന്നുണ്ട്, ലീഗൽ ഫ്രെയിം വർക്കുകൾ വരുന്നുണ്ട്. റിലീജിയസ് ലോസുമായി ബന്ധപ്പെട്ട് സെക്കുലർ ഗവേണൻസിന് അല്ലെങ്കിൽ സെക്കുലർ ആയിട്ടുള്ള ഭരണത്തെയൊക്കെ എന്താക്കുന്നുണ്ട്, പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുപാട് ലോ ബുക്സ് ഒക്കെ എന്താക്കുന്നുണ്ട് ഈ സമയത്ത് രചിച്ചിട്ടുണ്ടായിരുന്നു. റിലീജിയസും ഒപ്പം തന്നെ സെക്കുലർ ആയിട്ടുള്ള ഭരണമായിരുന്നു ഇവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ മുഗൾസ് കൾച്ചറൽ ടേംസിൽ നമ്മൾ മുഗൾസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ആർക്കിടെക്ചറൽ സ്റ്റൈലില്, പെയിന്റിങ്ങില്, ലിറ്ററേച്ചറില്, ലാംഗ്വേജില്, മ്യൂസിക്സില്, ഡാൻസില് അവരെന്താക്കിയിട്ടുണ്ട്, വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീരീഡ് നമുക്ക് കാണാൻ കഴിയുന്നത് അഡ്വാൻസ്മെന്റ് ഓഫ് ലിറ്ററേച്ചറിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പുതിയ രൂപത്തിലുള്ള എഴുത്തുകൾ എന്താക്കുന്നുണ്ട്, വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാംഗ്വേജസ് വരുന്നുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളെ എന്താക്കുന്നുണ്ട്, യൂണിഫൈഡ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഒരു സമയത്ത് എന്താക്കുന്നുണ്ട്, രാമായണം, മഹാഭാരത അതേപോലെ തന്നെ വേദാസൊക്കെ എന്താക്കുന്നുണ്ടായിരുന്നു, ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പേർഷ്യൻ ലാംഗ്വേജിലേക്കും അതോടൊപ്പം തന്നെ റീജിയണൽ ലാംഗ്വേജിലേക്കൊക്കെ. സോ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്, ഇവിടെ നടന്നിട്ടുണ്ടായിരുന്ന കൾച്ചറൽ ഇന്ററാക്ഷൻസിനെയാണ് എന്താക്കുന്നത്, സൂചിപ്പിക്കുന്ന എന്ന കാര്യം നിങ്ങൾ ഓർക്കുക, അല്ലെങ്കിൽ സംസ്കാര കൈമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. സോ അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയാണ് എഴുതിയിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ സമയത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലിറ്റററി ട്രാൻസ്ലേഷൻസ് ആണ് ബാബർ നാമ, അതോടൊപ്പം തന്നെ തുറ്റിനാമ തുടങ്ങിയവയൊക്കെ. അതോടൊപ്പം തന്നെ ഒരുപാട് മ്യൂസിക്സ്, ഡാൻസ്, അതോടൊപ്പം തന്നെ സയന്റിഫിക് സന്ധികളൊക്കെ അല്ലെങ്കിൽ ട്രീറ്റീസ് ഒക്കെ തന്നെ എന്താക്കുന്നുണ്ട്, ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതുമായിട്ട് അറബ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് അറബ് ഭാഷയിലേക്കൊക്കെ എന്താക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് മ്യൂസിക്സും ഒപ്പം തന്നെ സയന്റിഫിക് ആയിട്ടുള്ള ട്രീറ്റീസ് ഒക്കെ തന്നെ എന്താക്കുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പീരീഡിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആയിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തി മൂവ്മെന്റ്സിനെ കുറിച്ചിട്ട്. ഇവിടെ ഉണ്ടായിരുന്ന റീജിയണൽ ലാംഗ്വേജിനെ എന്താക്കാന്, ഭക്തി മൂവ്മെന്റ്, റീജിയണൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഭക്തി മൂവ്മെന്റ് വലിയ തോതിൽ സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. സോ അതിന്റെ ഫലമായിട്ട് എന്തായിട്ടുണ്ട്, ഇവരുടെ മീഡിയാസ്, ഈ ഭക്തി മൂവ്മെന്റ് ഒരു മെയിൻ പ്രത്യേകത വെച്ചാൽ ലോക്കൽ ലാംഗ്വേജുകളിൽ എന്താക്കിയിട്ടുണ്ട്, ഒരുപാട് രചനകളും മറ്റും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതെന്താക്കി, പോപ്പുലർ ലിറ്ററേച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് കാരണമായി. പുതിയൊരു റിച്ച് ലിറ്റററി ട്രഡീഷൻ എന്താകുന്നതിലേക്ക് രൂപപ്പെടുന്നതിലേക്കും കാരണമായി. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബംഗാളി, ഒറിയ, മറാത്തി, പഞ്ചാബി, രാജസ്ഥാനി, ഗുജറാത്തി, ബാജ്, അവധി ആൻഡ് ഉറുദു പോലുള്ള പുതിയ ലിറ്റററി ട്രഡീഷൻസ് എന്തായി എമേർജ് ചെയ്തു എന്നുള്ളതാണ്, നിങ്ങൾ അത് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ പുതിയ ലിറ്റററി ട്രഡീഷൻസ് ഒക്കെ തന്നെ റീജിയണൽ ലാംഗ്വേജിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയാൻ കഴിയും, അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ് കാഫി ആൻഡ് കിസാസ്. ഈ കാഫി ആൻഡ് കിസാസ് എന്ന് പറയുന്നത് റിലീജിയസും ഒപ്പം തന്നെ സെക്യുലർ തീംസുകളാണ് എന്താക്കിയിട്ടുണ്ടെന്ന് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സമയത്തെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് ആയിരുന്നു കേശവ്, ബിഹാരി, റഹീം തുടങ്ങിയവരൊക്കെ. അവരെന്താക്കിയിട്ടുണ്ട്, ഒരുപാട് ഹിന്ദി പോയട്രിയിൽ വലിയ സംഭാവനകൾ നടത്തിയിട്ടുണ്ടായിരുന്ന ആളുകളാണ്. അതായത് ഈ ഒരു സമയത്ത് അതേപോലെ രചിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മാലിക് മുഹമ്മദ് ജസീസ്. അദ്ദേഹമാണ് പത്മാവത് എന്താക്കിയിട്ടുണ്ടായിരുന്നത്, എഴുതിയിട്ടുണ്ടായിരുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് തുളസീദാസ്. തുളസീദാസ് ആയിരുന്നു രാംചരിത് മാനസ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഹിന്ദി ഭാഷയില്. അതോടൊപ്പം തന്നെ ചണ്ഡിദാസ് ആയിരുന്നു ജയദേവ് ഇൻ ബംഗാളി എഴുതിയിട്ടുണ്ടായിരുന്നത്. തുക്കാറാമും അതേപോലെ തന്നെ ജ്ഞാനദേവിയും മറാത്തിയിലായിരുന്നു എന്താക്കിയിട്ടുള്ളത്, രചനകൾ നടത്തിയിട്ടുണ്ടായിരുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സോ മറ്റൊരു പ്രധാനപ്പെട്ട ലിറ്റററി ട്രഡീഷൻ എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ഡെക്കാനിലാണ്. അതായത് ഡെക്കാനിൽ എന്താക്കിയിട്ടുണ്ടായിരുന്നു, പുതിയൊരു ലിറ്റററി ട്രഡീഷൻ തന്നെ എമേർജ് ചെയ്തിരുന്നു. ഗുജറാത്ത്, ബീജാപ്പൂർ, ഗോൽഗണ്ട, ഔറംഗാബാദ്, ബീദർ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഒരുപാട് ഓതേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അവരുടെ രചനകൾ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉറുദു, അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഫരീദ് പഞ്ചാബിയിലൊക്കെ തന്നെ ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. പിന്നെ 18ാം നൂറ്റാണ്ടൊക്കെ ആവുമ്പോഴേക്കും അബുൾ ഫസലിനെ പോലുള്ള, ഫൈസിയെ പോലുള്ള ഒരുപാട് പേർഷ്യൻ ലിറ്ററേച്ചറിൽ എന്താക്കിയിട്ടുണ്ടായിരുന്നു, സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരുന്ന വ്യക്തികളും ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എന്താക്കുന്നുണ്ട് വെച്ചാല് ഒരു കൗണ്ടറി കോമൺ ബിലീഫ് ഒക്കെ എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ എന്താക്കിയിട്ടുണ്ട്, ഒരുപാട് എഴുത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ സമയത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാൻസ്ക്രിറ്റ് പോയിറ്റുകളാണ് രഘുനാഥ് നായക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി ഒരുപാട് റെക്കോർഡുകളൊക്കെ നമുക്ക് എന്താണ് ഇന്നും ലഭ്യമാണ്. ഒരുപാട് ട്രാവൽ റൈറ്റിംഗ്സ് അല്ലെങ്കിൽ ട്രാവലോഗ്സ് എന്താക്കിയിട്ടുണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, മെമ്മറീസ്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് എഴുതിയിട്ടുണ്ടെന്ന മറ്റൊരു പ്രധാനപ്പെട്ടതാണ് സിഗ്നിഫിക്കന്റ് വർക്കാണ്. പല സബ്ജക്റ്റുകളിൽ എന്താക്കിയിട്ടുണ്ട്, ഈ ഒരു സമയത്ത് ഒരുപാട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വർക്കുകൾ രചിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ കൾച്ചറിനെയും ലിറ്റററി ഡെവലപ്മെന്റിനെയും ഒക്കെ തന്നെയാണ് എന്താക്കുന്നത്, ഈ രചനകളൊക്കെ തന്നെ എന്താക്കുന്നത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. സോ അതോടൊപ്പം തന്നെ നമ്മൾ ഭക്തിയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സൂഫിസം എന്താക്കിയിട്ടുണ്ട്, ഒരു പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുണ്ട് ഇവിടുത്തെ കൾച്ചറൽ തോട്ടൊക്കെ എമർജ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട്.
അതോടൊപ്പം തന്നെ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഭക്തി സൂഫി മൂവ്മെന്റുകൾ എന്താക്കിയിട്ടുണ്ട്, ഇവിടുത്തെ സോഷ്യൽ ഹൈറാർക്കീസിനെ എന്താക്കി ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സാർവത്രിക സഹോദര്യം എന്ന ആശയത്തെയൊക്കെ എന്താക്കുന്നുണ്ട്, ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു പീരീഡ് ഒക്കെ ആവുമ്പോഴേക്കുന്ന കാര്യം നിങ്ങൾ എന്താക്കുക, ഓർത്തിരിക്കുക. ഇവിടെ കാസ്റ്റിന്റെയോ ക്രീഡിന്റെയോ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒക്കെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും അന്നേ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സമയത്ത് എന്താക്കിയിട്ടുണ്ടായിരുന്നു, പുതിയ റിലീജിയസ് തോട്ട് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. സിഖിസം പോലുള്ള, സിഖിസം ഗുരു നാനാക്കാണ് ഫൗണ്ട് ചെയ്തില്ല, അതുപോലുള്ള പുതിയ പുതിയ റിലീജിയസ് തോട്ടുകൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു ഈ മിഡീവൽ പീരീഡിൽ എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് സിഖിസം എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ലീഡറിനെ നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത് ഗുരു. അതോടൊപ്പം തന്നെ അവരുടെ ഐഡിയോളജി, ഷാബാദ് എന്നാണ് അവരുടെ ഐഡിയോളജി പറയുന്നത്. കമ്മ്യൂണിറ്റിയെ സംഗത് എന്നുമാണ് പറയുന്നത്. അതായത് ഇതിലെന്ന് വെച്ചാല് റിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താക്കാണ് ചെയ്യുന്നത്, റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവരെന്താക്കുന്നു, യൂണിവേഴ്സൽ ബ്രദർഹുഡിനെ, അതായത് സാർവത്രിക സാഹോദര്യത്തെയാണ് എന്താക്കുന്നത്, സർവലോക സാഹോദര്യത്തെയാണ് ഇവര് പ്രോത്സാഹിപ്പിക്കുന്നത് സിഖിസം എന്ന് പറയുന്നത്. 10 ഗുരുക്കന്മാരാണ് സിഖ് മതത്തിലുള്ളത് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഗുരു ഗോവിന്ദ് സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് സിഖിസത്തെ എന്താക്കുന്നത്, റിക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ കൾച്ചറിൽ സിഖിസവും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആർക്കിടെക്ചറിലാണ്. പുതിയ പുതിയ സ്റ്റൈലുകൾ എന്താക്കുന്നുണ്ട്, ഇന്ത്യയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിലെ ആർക്കിടെക്ചറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മിഡീവൽ പീരീഡിലെ ആർക്കിടെക്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയിലാണ് എന്താക്കുന്നത്, ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരുപാട് ആർക്കിടെക്ചറൽ ബിൽഡിങ്സ് ഒക്കെ തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി എന്താണ് മുഗൾ പീരീഡില് എന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പൊ മുഗൾ ആർക്കിടെക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹിന്ദു സ്റ്റൈലുകളൊക്കെ തന്നെ എന്താക്കിയിട്ടുണ്ട്, അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കമാനങ്ങളും അതോടൊപ്പം തന്നെ ആർക്സും ഡോംസ് ഒക്കെ തന്നെ എന്താക്കുന്നുണ്ട്, ഹിന്ദു ടെമ്പിൾസിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എന്താക്കിയിട്ടുണ്ട്, അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഈ ഒരു സമയത്ത് നോട്ടബിൾ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ അച്ചീവ്മെന്റ്സ് ആണ് ഹുമയൂൺ ടോംബ്, ഫത്തേപൂർ സിക്രി, അക്ബർ ടോംബ്, റെഡ് ഫോർട്ട്, ജമാ മസ്ജിദ്, അതോടൊപ്പം തന്നെ താജ്മഹൽ. സോ ഇതെല്ലാം കാണിക്കുന്നതെന്ന് വെച്ചാൽ പേർഷ്യൻ അതോടൊപ്പം തന്നെ സെൻട്രൽ ഏഷ്യൻ ഇൻഫ്ലുവൻസിനെയാണ്. സോ ഈ ഒരു സമയത്ത് തന്നെ എന്താക്കുന്നുണ്ട്, രജപുട്ട് ആർക്കിടെക്ചറും എമേർജ് ചെയ്യുന്നുണ്ട്. സോ ഈ രജപുട്ട് ആർക്കിടെക്ചറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രീ മിഡീവൽ അതോടൊപ്പം തന്നെ പേർഷ്യൻ എലമെന്റ്സ് നമുക്ക് അവരുടെ ആർക്കിടെക്ചറിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. അവരെന്താക്കിയിട്ടുണ്ടായിരുന്നു, രജപുട്സിന്റെ ഒരു പ്രത്യേകത അവർ ഒരുപാട് സരായിസ് എന്താക്കിയിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാരായിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വഴിയാത്രക്കാരായ ആളുകൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന സത്രങ്ങളെയാണ്. സോ ഇതിലൊക്കെ തന്നെ ഒരു പോർഷൻ അതോടൊപ്പം തന്നെ പ്രീ മിഡീവൽ എലമെന്റ്സ് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഒരുപാട് പബ്ലിക് ബിൽഡിങ്സ് ഒക്കെ എന്താക്കിയിട്ടുണ്ട്, ഇവര് നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തട്ടായിട്ടുള്ള കിണറുകൾ നിർമ്മിച്ചിട്ടുണ്ട്, ഇവര് റോഡുകളൊക്കെ നിർമ്മിച്ചിട്ടായിരുന്നു. ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ സംസ്കാരത്തിന്റെ കൈമാറ്റത്തെയാണ്. അതായത് നിങ്ങൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട മുഗൾ കൾച്ചർ അല്ലെങ്കിൽ മുഗൾ സംഭാവനയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെ പെയിന്റിങ്സ് ആണ്. ഒരു 3 ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു 3D ഇമേജസ് ഒക്കെ തന്നെ എന്താക്കുന്നുണ്ട്, ഒരു പെയിന്റിങ്സിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. 3D ടെക്നിക്സ് ഒക്കെ തന്നെ എന്താക്കുന്നുണ്ട്, നമ്മൾക്ക് കാണാൻ കഴിയും ഇവരുടെ പെയിന്റിങ്സിലൊക്കെ തന്നെ. അക്ബറിന്റെ ആയാലും ജഹാംഗീറിന്റെ ആയാലും ഒക്കെ പെയിന്റിങ്സിൽ ഒരുപാട് 3D എലമെന്റ്സ് ഒക്കെ എന്താക്കുന്നുണ്ട്, ഇവര് കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുഗൾ കോർട്ട് പെയിന്റിങ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നാടോടി കഥകളും അതോടൊപ്പം തന്നെ ഭൂമിയുടെ ലാൻഡ്സ്കേപ്പുകളൊക്കെ തന്നെ എന്താക്കുന്നുണ്ട്, ഇവർ ചിത്രീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ മുഗൾ പെയിന്റിങ്സിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ രാജസ്ഥാനി അതോടൊപ്പം തന്നെ പഹാരി സ്റ്റൈലുകൾ എന്താക്കുന്നുണ്ട്, ഇവർ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കൂടി കലർത്തുന്നുണ്ട് എന്നതാണ്. അതോടൊപ്പം തന്നെ ബാബർ നാമ അതുപോലെ അക്ബർ നാമയിലൊക്കെ തന്നെ ഇവിടുത്തെ സസ്യജാലങ്ങളെ കുറിച്ചും ജന്തുജാലങ്ങളെ കുറിച്ചും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൂൾസിനെ കുറിച്ചൊക്കെ എന്താക്കുന്നുണ്ടായിരുന്നു, കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഡെയിലി ലൈഫിനെ കുറിച്ചും ഈ ഒരു കാലഘട്ടത്തിലെ ഡെയിലി ലൈഫിനെ കുറിച്ചൊക്കെ തന്നെ എന്താക്കുന്നുണ്ട്, അക്ബർ നാമയിലും ബാബർ നാമയിലും ഒക്കെ തന്നെ എന്താക്കുന്നുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് കാണുന്ന നമ്മുടെ മ്യൂസിക് അതോടൊപ്പം തന്നെ ഡാൻസിലൊക്കെ തന്നെ വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് അന്നത്തെ മിഡീവൽ പീരീഡിലാണ്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്താവുന്നത്, എമേർജ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഫോക്ക് മ്യൂസിക് ആണ്. അതായത്
ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന നാടോടി സംഗീതവും ഒപ്പം തന്നെ പേർഷ്യൻ സംഗീതത്തിന്റെയും ഒരു മിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഫ്യൂഷൻ ആണ് എന്ന് പറയുന്നത് എന്ത് ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താക്കുന്നുണ്ട്, ഒരുപാട് രാഗാസ് എന്താക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കുക, ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ എന്താക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് രാഗാസ് ഒക്കെ തന്നെ ഈ ഒരു സമയത്ത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കയാൽ, തുമാരി, ദർദാര ദർദാര, ഗസല് തുടങ്ങിയ പുതിയ രാഗങ്ങളൊക്കെ തന്നെ എന്താക്കുന്നുണ്ട് ഈ ലൈറ്റ് മിഡീവൽ പീരീഡിൽ എമേർജ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. സോ അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് ഈ ഇവിടുത്തെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്ന സിംഗേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതില് വളരെ വലിയ ഓഡിയൻസിന് എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഇതിലുണ്ടായിരുന്നു. എല്ലാവർക്കും തന്നെ ഇത് ആക്സസബിൾ ആയിരുന്നെങ്കിൽ റാദർ ദാൻ എലൈറ്റ് ക്ലാസ്സിന് മാത്രമല്ല, എല്ലാ ആളുകൾക്കും എന്തായിരുന്നു ഇതുപോലെ മ്യൂസിക്കൽ പ്രോഗ്രാംസിലും അതോടൊപ്പം തന്നെ സിംഗേഴ്സ് ഒക്കെ ആയിട്ട് എന്താക്കിയിട്ട് എല്ലാവർക്കും തന്നെ ഇതിൽ ആക്സസ് ഉണ്ടായിരുന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഈ ഒരു സമയത്ത് എന്താക്കിയിട്ടുണ്ട്, ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിതാർ എന്ന് പറയുന്നത്. ഈ സിതാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കൂടിയാണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് എമേർജ് ചെയ്ത് വന്നിട്ട് മറ്റൊരു നൃത്തരൂപമായിരുന്നു കഥക് എന്ന് പറയുന്നത്. ഈ കഥക് മെയിൻ ആയിട്ട് എമേർജ് ചെയ്ത് വന്നിട്ട് ഇതൊരു കോമ്പിനേഷൻ ആണ്. അതായത് ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു നാടോടി സംസ്കാരത്തിന്റെയും അല്ലെങ്കിൽ നാടോടി പാരമ്പര്യത്തിന്റെയും അതോടൊപ്പം തന്നെ ഈ മിഡീവൽ പീരീഡിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന കൊട്ടാര സംസ്കാരം ഉണ്ടാകുമല്ലോ, അതായത് കോർട്ട് കൾച്ചർ ഉണ്ടായിരുന്നല്ലോ, കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന നൃത്തരൂപങ്ങളൊക്കെ അതിന്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടാണ് കഥക് എന്താക്കിയിട്ടുണ്ടായിരുന്നത്, എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഈ സമയത്ത് ഭക്തി, സൂഫി തുടങ്ങിയ മൂവ്മെന്റ്സ് ഒക്കെ തന്നെ വലിയ തോതിൽ എന്താക്കിയിട്ടുണ്ട്, സംഭാവനകൾ നടത്തിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അവരിൽ സാധാരണക്കാരായ ആളുകൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഡ്രോയിങ്സ് ഒക്കെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചിത്രരചനയൊക്കെ തന്നെ സാധാരണക്കാരായ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സോ അതോടൊപ്പം തന്നെ കർണാട്ടിക് മ്യൂസിക് എന്താക്കിയിട്ടുണ്ട്, ചെറിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ തന്നെ ഈ ഒരു സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം, അതായത് ബ്രിട്ടീഷ് പീരീഡ് ഒക്കെ ആവുമ്പോഴേക്കും എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. ഈ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി എന്താകുന്നുണ്ട്, ഇന്ത്യയിൽ വലിയ തോതിലുള്ള സാമൂഹികപരമായിട്ടും അതോടൊപ്പം തന്നെ സാംസ്കാരികപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇവിടെ നടന്നിട്ടുള്ള നാഷണലിസ്റ്റ് മൂവ്മെന്റുകളായിരുന്നു. അതോടൊപ്പം തന്നെ ഈ നാഷണലിസ്റ്റ് മൂവ്മെന്റ് കൂടെ തന്നെ നടന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് നാഷണൽ വൈഡ് എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഇവര് ബ്രിട്ടീഷുകാർ എന്താക്കി, റോഡുകൾ നിർമ്മിച്ചു, ട്രെയിനുകൾ വന്നു. ഇതൊക്കെ വന്നതോടുകൂടി എന്താവുന്നുണ്ട്, നാഷണൽ വൈഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളൊക്കെ വരുന്നുണ്ട്. സോ കുറച്ചുകൂടി ആക്സസ് ആയി ആളുകൾക്ക് എന്താക്കാൻ കഴിഞ്ഞു, ഇന്ത്യയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ആളുകൾ കുറച്ചുകൂടി ആക്സസിബിലിറ്റി കിട്ടി എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഇവിടെ സൊസൈറ്റിയിൽ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർക്കും കൊളോണിയലിസത്തിനെതിരെയുള്ള സ്ട്രഗിളും അതോടൊപ്പം തന്നെ ഫൈറ്റുകളൊക്കെ തന്നെ എന്താക്കി എമേർജ് ചെയ്തു എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ആളുകൾക്കിടയിൽ സോഷ്യോ റിലീജിയസ് റിഫോമുകൾ നടക്കാൻ തുടങ്ങി. ഈ റിവൈവലിസ്റ്റുകൾ എന്താക്കി, ഈ നമ്മുടെ ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജിനെയൊക്കെ തന്നെ പ്രൈഡ് ചെയ്തു, അല്ലെങ്കിൽ അത്യാവശ്യം വലിയ കുറച്ചുകൂടി റിവൈവൽ ചെയ്തു, പ്രൈഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. സോ അതോടൊപ്പം തന്നെ സോഷ്യൽ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയിട്ട്, കാസ്റ്റിനെതിരെയൊക്കെ തന്നെ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഫൈറ്റുകൾ നടന്നു. അതോടൊപ്പം തന്നെ അൺടച്ചബിലിറ്റിക്കെതിരെ, അതായത് വൈക്കം സത്യാഗ്രഹം പോലെ, അതോടൊപ്പം തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം പോലുള്ള സത്യാഗ്രഹങ്ങൾ നടന്നിട്ടുണ്ട്. അയ്യങ്കാളിയെ പോലുള്ള ആളുകൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു, അൺടച്ചബിലിറ്റിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൊസൈറ്റിയിൽ എന്തായി വലിയൊരു ഷിഫ്റ്റ് തന്നെയാണ് ലേറ്റർ മിഡീവൽ പീരീഡിന് ശേഷം ഇന്ത്യയിൽ നടക്കുന്നത്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഒരു മോഡേൺ പീരീഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സ്ത്രീകൾക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടും എന്താക്കിയിട്ടുണ്ടായിരുന്നു, ആളുകൾ സംസാരിക്കാൻ തുടങ്ങി.
സോ ഇതൊക്കെ തന്നെ എന്താക്കി പുതിയൊരു കൾച്ചറൽ ഐഡന്റിറ്റിക്ക് എന്തായി കാരണമായി, അല്ലെ വൈവിധ്യങ്ങൾക്ക് തുടങ്ങുന്നതിലേക്ക് എന്തായി ഇതൊക്കെ കാരണമായെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. 18ാം നൂറ്റാണ്ടൊക്കെ ആവുമ്പോഴേക്കും അതായത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാല് ഒരു ബ്ലെൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. മോഡേൺ വാല്യൂസും ഒപ്പം തന്നെ ട്രഡീഷണൽ ഹെറിറ്റേജിന്റെയും ഒരു മിക്സ് ആയിരുന്നു ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. 19ാം നൂറ്റാണ്ടൊക്കെ ആവുമ്പോഴേക്കും എന്താകുന്നുണ്ട് ഒരുപാട് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ എന്താവുന്നുണ്ട് കാണാൻ കഴിയും നമുക്ക്. അതോടൊപ്പം തന്നെ ഇവിടെ എന്താകുന്നുണ്ട് ഒരുപാട് റിനൈസൻസുകൾ ഉണ്ടാവുന്നുണ്ട്. ബ്രഹ്മസമാജ് പോലെ ബംഗാൾ റെസിസ്റ്റൻസ് ഒക്കെ പോലുള്ള ഒരുപാട് മൂവ്മെന്റ്സ് വരുന്നുണ്ട്. ഇതെന്താകുന്നുണ്ട് 19ാം നൂറ്റാണ്ടില് സൊസൈറ്റിയിൽ വലിയ തോതിലുള്ള ഷിഫ്റ്റുകൾക്ക് കാരണമായിട്ടുണ്ട്. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും 19ാം നൂറ്റാണ്ടൊക്കെ എന്റെ ഒക്കെ ആകുമ്പോഴേക്കും എന്താകുന്നുണ്ട് മാസ് പൊളിറ്റിക്സ് ഒക്കെ എന്താകുന്നത് എമേർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ സോഷ്യൽ സാമൂഹികപരമായിട്ടും സ്ത്രീകളുടെ ഇക്വാലിറ്റിക്കും റിലീജിയസ് ടോളറൻസിനും സയന്റിഫിക് റാഷണാലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ആളുകൾ എന്താക്കി സംസാരിച്ചു വന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ആന്റി കാസ്റ്റ് ആൻഡ് ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ് എന്താക്കി എമേർജ് ചെയ്തു വന്നു 19ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും. സോ ഈ ഒരു സമയത്ത് നോട്ടബിൾ മൂവ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മൂവ്മെന്റുകളാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. അതോടൊപ്പം തന്നെ അത് മെയിൻ ആയിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ട്രഡീഷണൽ റൈറ്റ്സ് ആൻഡ് റിസോഴ്സ്. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ട്രഡീഷണൽ പാരമ്പര്യമായിട്ട് കൈമാറി വന്നിട്ടുള്ള അവകാശങ്ങളെയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ റിസോഴ്സും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്സ് പോലുള്ള മൂവ്മെന്റുകളൊക്കെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ഐഡന്റിറ്റി, നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഐഡന്റിറ്റി മെയിൻ ആയിട്ടും രൂപപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഷേപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് സിഗ്നിഫിക്കന്റ്ലി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്ട്രഗിളിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സ്ട്രഗിൾ ഫോർ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ്. സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു സംസ്കാരം നിലനിന്ന് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. ഈ നാഷണൽ മൂവ്മെന്റ് ഒക്കെ മെയിൻ ആയിട്ട് എയിം ചെയ്തിട്ടുണ്ടായിരുന്നത് മോഡേണിറ്റിയിലേക്കുള്ള അല്ലെങ്കിൽ ആധുനികതയിലേക്കുള്ള ഒരു മാറ്റത്തെയാണ്. അതോടൊപ്പം തന്നെ ജനാധിപത്യത്തിനും സയന്റിഫിക് ടെമ്പറൊക്കെ തന്നെയാണ് ഇതിനെ എന്താക്കിയിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും വഴിത്തിരിവായിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്താക്കിയിട്ടുള്ളത് നാഷണൽ മൂവ്മെന്റുകൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് അതിന്റെ ഫലമായിട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട മൂവ്മെന്റുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ ബംഗാൾ റെസിസ്റ്റൻസിനെയും സ്ത്രീകളുടെ മുന്നേറ്റങ്ങളെയും അതോടൊപ്പം തന്നെ സാമൂഹികപരവും മതപരവുമായിട്ടുള്ള റിഫോമുകളെയൊക്കെ നമുക്ക് എന്താക്കാൻ കഴിയും, ഈ ഒരു മോഡേണിറ്റിയിലേക്കുള്ള ഒരു വഴിത്തിരിവായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. സോ ഈ ഒരു സമയത്ത് എമേർജ് ചെയ്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു നാഷണൽ സ്ട്രഗിളുകൾ എന്താക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ എന്താക്കുക ഓർത്തിരിക്കുക. സോ നമ്മൾ ഇനി കണ്ടംപററി പീരീഡിനെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നാഷണൽ മൂവ്മെന്റ് എന്താക്കുന്നുണ്ട് ഒരുപാട് പുതിയ വാല്യൂ സിസ്റ്റത്തിനും ഒപ്പം തന്നെ ഇന്ത്യൻ തന്നെ എന്താക്കുന്നുണ്ട് കാരണമാവുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ നാഷൻഹുഡ് എന്ന ആശയം മുൻപോട്ട് വെക്കപ്പെടുന്നുണ്ട്. സോ അതോടൊപ്പം തന്നെ എന്താക്കുന്നുണ്ട് സിവിലൈസേഷൻസ് ഇൻക്ലൂഡ് കളക്റ്റീവ് സിറ്റിസൺ റൈറ്റിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഒരുപാട് പുതിയ മോഡേൺ വാല്യൂസ് ഒക്കെ തന്നെ എന്താക്കുന്നുണ്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ജനാധിപത്യം, സോവർണിറ്റി, റിപ്പബ്ലിക്കൻ, സെക്കുലറിസം തുടങ്ങിയിട്ടുള്ള പുതിയ ആശയങ്ങൾ എന്തായി രൂപപ്പെട്ടു വന്നു, അല്ലെങ്കിൽ സ്വീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യപ്പെട്ടു. ലീഗൽ ഇക്വാലിറ്റിക്കും ഫ്രീഡത്തിനും വേണ്ടിയിട്ട് ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ പ്രകടിപ്പിക്കാനും ആശയങ്ങൾ കൈമാറാനും വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് എന്താക്കി പുതിയ പുതിയ മോഡേൺ വാല്യൂസ് ഒക്കെ തന്നെ അഡാപ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൈനോറിറ്റീസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളൊക്കെ തന്നെ ഈ ഒരു സമയത്താണ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ള എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സോ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പുതിയ പുതിയ ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി തുടങ്ങിയിട്ടുള്ള പുതിയ വാല്യൂസ് എന്തായി മോഡേണിറ്റിയുടെ ഭാഗമായി മാറി. അതായത് ഈ ഒരു സമയത്ത് പുതിയൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നു. കണ്ടംപററി പീരീഡിലെ മെയിൻ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ബൗദ്ധതയുമായി ബന്ധപ്പെട്ടുള്ളത്. റിലീജിയസ് ടോളറൻസ് ആയി ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ ഓർത്തിരിക്കുക. റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ടോളറൻസിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ എന്താക്കി സംസാരിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെയും അതോടൊപ്പം തന്നെ ഡീഗ്രഡേഷനെതിരെയൊക്കെ തന്നെ സ്ത്രീകളുടെ ഡീഗ്രഡേഷനെതിരെയൊക്കെ തന്നെ എന്താക്കി ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഈ ഒരു സമയത്ത് എന്തായി ഒരുപാട് ലിറ്ററേച്ചർ, തിയേറ്ററുകള്, സിനിമകള്,
ഒക്കെ തന്നെ എന്തായി എമേർജ് ചെയ്ത് വന്നു. ഇതൊക്കെ തന്നെ എന്താക്കിയ ആളുകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അത് നമ്മൾ എന്താക്കുന്നുണ്ടായിരിക്കും, ഞങ്ങളുടെ ക്ലാസ്സുകൾ പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു സമയത്ത് എന്താക്കിയിട്ടുണ്ടായിരുന്നു, കറന്റ്ലി നമ്മൾ ഇന്ത്യ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റുകളാണ്. അതോടൊപ്പം ലിംഗ വ്യത്യാസങ്ങളും അതോടൊപ്പം തന്നെ അൺഈക്വൽ എക്കണോമിക് ഡെവലപ്മെന്റുകളാണ് എന്താക്കുന്നത് ഇന്ത്യ ഇപ്പൊ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. സോ ഇതോടുകൂടി ഈ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ യൂണിറ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് എന്താക്കാം, വീണ്ടും കാണാം. ഇതിന്റെ പാർട്ട് 2 നമുക്ക് എന്താക്കാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്